സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം എന്ന് ഞാൻ പറയും. യേശുക്രിസ്തുവിൻ്റെ ഗിരിഗീത, അതാണ് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഭാഗം എന്ന് ചിന്തിക്കുവാൻ കഴിയും. ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു മലയും ഒരു വ്യക്തിയുമാണ് പുതിയ നിയമസഭയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പഴയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മല സീനായി മലയും ആ വ്യക്തി പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയുമാണെങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്കേറ്റവും പ്രിയങ്കരനായവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവും നമുക്കേറ്റവും പ്രിയങ്കരമായ മല ഗോൽഗോഥാ മലയുമാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ സീനായി കൊടുമുടിയിലേക്ക് മഹാദൈവം അക്ഷരാർത്ഥത്തിൽ ഇറങ്ങുകയാണ്. സത്യത്തിൽ ആ രംഗം കണ്ടാൽ നാം ഭയപ്പെട്ടു പോകും. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം ഒരു മലയുടെ മുകളിലേക്ക് ഇറങ്ങി വരികയാണ്. നാം സേവിക്കുന്ന ദൈവം മലദൈവമല്ല, നാം സേവിക്കുന്ന ദൈവം കുലദൈവമല്ല, നാം സേവിക്കുന്ന ദൈവം മൃഗദൈവമല്ല, നാം സേവിക്കുന്ന ദൈവം വൃക്ഷദൈവമല്ല, നാം സേവിക്കുന്ന ദൈവം മൃതദൈവമല്ല, നാം സേവിക്കുന്ന ദൈവം തീയാണ്. അവൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകണം. ഇന്ന് രാത്രി പറയട്ടെ, അവൻ്റെ മുൻപിൽ അടുത്ത് ചെല്ലാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ രാത്രിയിൽ ദൂത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഓർക്കുക, നിന്റെ കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകാൻ, നീ അഭിമുഖീകരിക്കുന്ന ഏത് കടുങ്കട്ടിനെയും അഴിച്ചെടുക്കാൻ നീ നിൽക്കുന്ന പ്രതലത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ഒരുവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രിയിൽ പരിസരം മറന്ന് കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകണം. സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരഞ്ഞെടുപ്പിന്റെ ദർശനം നമ്മുടെ ഉൾക്കണ്ണുകളിൽ ഈ രാത്രി പതിക്കണം. മഹാദൈവം ഒരു മലയുടെ മുകളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ മല നിന്ന് കത്തുകയാണ്. പഴയ നിയമത്തിൽ സീനായി കൊടുമുടിയിൽ ഏതൊരുവനാണോ ആ മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നത് അവൻ തന്നെ പുതിയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ട് 33.5 തിരുവയസ്സ് വരെ ഈ മണ്ണിൽ ജീവിച്ചു. 30ാമത്തെ വയസ്സിങ്കൽ ദൈവരാജ്യത്തിൻ്റെ മാഗ്നാ കാർട്ട, നിത്യതയുടെ ദിവ്യ സന്ദേശം, സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശന യോഗ്യത മനുഷ്യവർഗത്തിന് വിളമ്പിക്കൊടുക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു മലയുടെ മുകളിലോട്ട് കയറിയിരുന്ന് പഴയ നിയമത്തിലെ സീനായി കൊടുമുടിയിൽ ഇറങ്ങി വന്ന് നിയമങ്ങളും ന്യായപ്രമാണങ്ങളും നൽകിയ ദൈവത്തിങ്കൽ നിന്നും സർവശക്തന്റെ കരവിരുതുകൾ കൊണ്ട് എഴുതി വാങ്ങിയ ആ കൽപ്പനകൾ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് തകർച്ച വരുത്തിയ സമൂഹത്തിന് നടുവിൽ ആ ന്യായപ്രമാണത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം ആ തലമുറയ്ക്ക് നൽകാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിച്ച പ്രഭാഷണത്തെയാണ് ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഗിരിപ്രഭാഷണം ദൈവരാജ്യത്തിൻ്റെ പ്രവേശന യോഗ്യതയെക്കുറിച്ച് വിശദീകരിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരുടെ യോഗ്യതകളും മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ട് ഒരു കനത്ത ഭയവിശദീകരണത്തോടുകൂടെയാണ് ഈ ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത്. ശ്രദ്ധേയമാണ് ഈ ഗിരിപ്രഭാഷണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകൾ കർത്താവ് പറയുമ്പോൾ കർത്താവ് ഇരിക്കുന്ന സ്ഥലം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആഴത്തിൽ പതിയണം. കർത്താവിൻ്റെ കർത്താവിനെ പോലെ ഒരു അധ്യാപകനെ ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണക്കാരൻ്റെ ഹൃദയ ക്യാൻവാസിൽ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും അടർത്തിയെടുത്ത് എഴുതി വെച്ച് അവൻ മറക്കാതെ മരണം വരെ ജ്വലിച്ചു നിൽക്കത്തക്ക വിധം ഹൃദയ ക്യാൻവാസിൽ എഴുതി കൊടുക്കാൻ കഴിവുള്ള ഒരു ഗുരുവിനെ ചരിത്രം കണ്ടിട്ടുള്ളൂ. അതിന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവാണ്. കർത്താവ് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിന് അവതരിപ്പിച്ച ഉദാഹരണങ്ങളൊന്നും അങ്ങ് ഉഗാണ്ടയിൽ നിന്നോ ഭൂഗർഭശാസ്ത്രത്തിൽ നിന്നോ നാസായിൽ നിന്നോ കൊണ്ടൊന്നുമല്ല. നേരിട്ട് കാണുന്ന വിഷയത്തെ അപ്പോൾ തന്നെ അടർത്തിയെടുത്തിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് നിത്യതയുടെ ചായം കൂടെ തേച്ച് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്.
അത്ര മനോഹരമായി കർത്താവ് അവതരിപ്പിക്കുകയാണ്. സ്തോത്രം. മുൻപിൽ വന്നിരിക്കുന്ന കർഷക സമൂഹത്തിന് വിതയെക്കുറിച്ച് പറഞ്ഞാൽ നന്നായി തിരിയും. മുൻപിൽ വന്നിരിക്കുന്ന മീൻപിടുത്തക്കാർക്ക് വലയെക്കുറിച്ച് പറഞ്ഞാൽ ഭംഗിയായി മനസ്സിലാകും. ഇതുപോലെ ഒരു സ്ഥലത്താണ് കർത്താവ് ഇരിക്കുന്നത്. യോർദാന്റെ ചെങ്കുത്തായ മലയുടെ ഒരു ചരിവിലാണ് ഈ സമയം കർത്താവ് ഇരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായി കാണുന്ന ഒരു സംഭവം കർത്താവ് എടുത്തു പറയുകയാണ്. ആ കാലഘട്ടത്തിൽ ഈ മലയുടെ അടിവാരങ്ങളിൽ ഇടതിങ്ങി ഒഴുകുന്ന പ്രളയത്തിൽ മണ്ണുറച്ചുള്ള മൺതിട്ടകൾ രൂപപ്പെടും, താൽക്കാലിക വരട്ടാറുകൾ രൂപപ്പെടും. ആളുകൾ പെരവെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിവേഗം വന്നിട്ട് ഈ വരട്ടാറുകളുടെ മുകൾ വശത്ത് അല്പം മണ്ണൊന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് ഒരു പെരവെച്ച് കയറിയാൽ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. എന്നാൽ സ്ഥായിയായ അടിത്തറ ചേർത്ത് പണിയാൻ ആഗ്രഹിക്കുന്നവർ അവിടെ വന്നാൽ ഇതിൻ്റെ മുകളിലോട്ട് കയറി ആ പാറയുടെ ഇടുക്കുകളിൽ അതിപ്രധാനപ്പെട്ട ഭാഗം നന്നായി പ്രതലമാക്കിക്കൊണ്ട് എവിടെ വരെ മണ്ണ് മാറ്റാൻ പറ്റുമോ അവിടെ വരെ മണ്ണ് മാറ്റി ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയും. രണ്ട് പണിയും കാഴ്ചയ്ക്ക് രസകരമാണ്. താഴെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന മൺതിട്ടയിലെ പണിയും മുകളിൽ ഉയർന്നു നിൽക്കുന്ന കരിമ്പാറയിൽ വേരുറച്ച പണിയും രണ്ടും കാഴ്ചയ്ക്ക് ഭംഗിയാണ്, ഒരുപോലെ തോന്നുകയും ചെയ്യും. എന്നാൽ തറ എവിടാ ഉറച്ചിരിക്കുന്നതെന്ന് അടുത്ത കാലവർഷക്കെടുതിയിൽ അറിയാൻ തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ബാഹ്യമായി കാണുന്നതൊക്കെ ശരിയാണെങ്കിലും അവരവരുടെ തറ എവിടാ ഉറച്ചിരിക്കുന്നെന്ന് തെളിയുന്നത് പ്രതികൂലത്തിന്റെ കാലവർഷക്കെടുതിയിലാണ്. സ്തോത്രം. ഇതാ അടുത്ത കാലവർഷക്കെടുതിയിൽ പെരുമഴ പെയ്തിറങ്ങി ആ വലിയ ആ ഒഴുക്കിൽ ഈ ചെറിയ ആ മൺതിട്ടയിൽ ഇരിക്കുന്ന വീട് അടിയോടെ ആടി ഇളകി ഉലഞ്ഞുയർന്ന് ഉഗ്ര ശബ്ദത്തോടെ യോർദാന്റെ താഴത്തെ പ്രതലത്തിൽ പതിച്ചു കിടക്കുന്ന കാഴ്ച നേരിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു പഠിപ്പിക്കുകയാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമിട്ടത് കൊണ്ട് വീണില്ല. എന്നാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനെല്ലാം മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത് ബുദ്ധികെട്ടവനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു. അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പേ, ഹൃദയംഗമമായി ഈ മാരാമണ്ണിലെ കൺവെൻഷനിൽ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. കാലത്തിന്റെ യാത്രയിൽ അനേകർ കുറെ നാൾ തലപൊക്കി നിന്നിട്ടുണ്ടെങ്കിലും പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റിൽ പല ജീവിത സൗധങ്ങളും മറ്റുള്ളവർക്ക് പരിഹാസ വിഷയമാകത്തക്ക വിധം അടിത്തറ തകർന്ന് കൺമുൻപിൽ നിലം പൊത്തി കിടക്കുമ്പോൾ ഒരു ചെറിയ കാലഘട്ടം ഉയർന്നു നിന്നതിന് ശേഷം ഈ ചരിത്രത്തിന്റെ ഇടനാഴിയുടെ ഇടയൊഴുക്കുകളിൽ വീണു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. കാഹളത്തിന്റെ ശബ്ദം വരെ തല ഉയർത്തി ബലത്തോടെ നിൽക്കാൻ ഇന്ന് രാത്രി പ്രത്യേക ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനോട് പറ, ഒരു ഇടകാലഘട്ടങ്ങളിൽ ജ്വലിക്കാനല്ല, എൻ്റെ കണ്ണടയുന്നത് വരെ, എൻ്റെ ഊർദ്ധശ്വാസം തീരുന്നത് വരെ, എൻ്റെ ജീവന്റെ തുടിപ്പ് അവസാനിക്കുന്നത് വരെ കൃപയിൽ നിൽക്കാനുള്ള ദൈവശക്തി ഇന്ന് രാത്രി എൻ്റെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ അടുക്കൽ തള്ളപ്പെടാൻ തുടങ്ങുന്ന ആളുകൾ അന്തിമ വിധി ദിനങ്ങളിൽ വന്ന് പറയുന്ന അവകാശവാദം ഞെട്ടലോടെയാണ് കേൾക്കേണ്ടത്. കർത്താവ് പറയുകയാണ്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. അതിൻ്റെ അർത്ഥം ചെയ്യാത്ത കാര്യത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയല്ല, ചെയ്ത കാര്യത്തിൻ്റെ സത്യസന്ധമായ സാക്ഷ്യം അവതരിപ്പിക്കുകയാണ്. ഇവർ സാധാരണക്കാരല്ല കേട്ടോ, ഇവർ സാധാരണക്കാരല്ല. നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വിവിധ വീര്യപ്രവർത്തികൾ ചെയ്യുകയും ചെയ്തവരാ. ഞാനിന്ന് രാത്രി പറയട്ടെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടരല്ല, ഇത് ഞങ്ങളുടെ കൂട്ടരാകാനാ സാധ്യത എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന അവകാശവാദം തന്നെയാ. ഇനിയും ഈ 3 ശുശ്രൂഷകളും ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപോലെ ചെയ്യാൻ അവസരം കിട്ടിയവർക്ക് ഇരിക്കാൻ നേരം കാണുകയല്ല.
അവരുടെ പേര് മാധ്യമങ്ങളിലും ഇന്റർനെറ്റിലും കമ്പ്യൂട്ടറുകളിലും എന്തിന് അതേ കട്ടൗട്ടുകളിലും കത്തി നിൽക്കുന്ന കാലം. എന്നാൽ കർത്താവ് പറയുകയാണ്, പരസ്യ ജീവിതത്തിൻ്റെ പ്രദർശനത്തെക്കാൾ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് എനിക്ക് വലുത്. എനിക്ക് വിഷയം ശുശ്രൂഷയല്ല, എനിക്ക് വിഷയം ഇതിൻ്റെ പുറകിലെ ജീവിതമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എൻ്റെ മുൻപിലിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ഈ വചനം നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന രാത്രിയാണ്. കർത്താവെ, നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്താനുള്ള ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഓപ്പറേഷൻ വിജയകരമായിരുന്നു, രോഗി ചത്തുപോയി എന്ന് പണ്ടൊരു ഡോക്ടർ പറഞ്ഞു. ഇതുപോലെ കാര്യം നന്നായി നടന്നു, ഞാൻ അങ്ങ് ചെന്നില്ലെന്ന് വന്നാൽ അതുപോലെ അപകടം വേറൊന്നുമില്ല. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും എൻ്റെ നിത്യത എനിക്ക് കൈവിട്ടു പോകാതെ എനിക്ക് വീട്ടിലെത്തണമെന്ന് കൊതിക്കുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, നീ എന്തെല്ലാം വേദനകൾ സഹിച്ചാലും ഈ രാത്രി സ്തോത്രം ചെയ്ത് ഉയരുന്ന രാത്രിയാകണം. പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ സുഖലോലുപതയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാ കൂടപ്പിറപ്പേ നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ, നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും, എന്നാൽ ഇവിടെ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും മറ്റൊന്നും നേടിയില്ലെങ്കിലും ഇന്ന് രാത്രി ധൈര്യത്തോടെ ഞാൻ ഈ രാത്രി ഉറങ്ങുന്ന ഉറക്കത്തിൽ എൻ്റെ അന്ത്യവിശ്രമം ഏറ്റുവാങ്ങിയാൽ, എൻ്റെ കണ്ണ് തുറന്നാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരന്റെ മാർവിൽ തന്നെ എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ വചനങ്ങളെ കേട്ട് ചെയ്തുകൊണ്ട് നിത്യ വീട്ടിലെത്തുക എന്നുള്ളതാണ്. അതിന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ആത്മീയ മൂല്യങ്ങളെ പരിശുദ്ധാത്മാവ് വരച്ചു വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഭാഗമാണ് ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിൾ ലോകത്തിലെ അക്രൈസ്തവ സമൂഹങ്ങളിലെ പല ബുദ്ധിരാക്ഷസന്മാരും മാറോട് അടുക്കി പിടിക്കുവാനുള്ള കാര്യം എന്താണ്? രാജാറാം മോഹൻ റായ്, മോട്ടിലാൽ നെഹ്റു, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ ഈ ബൈബിൾ അവരുടെ ജീവിത വെളിച്ചമായി മാറോട് അടുക്കി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? പഴയ നിയമത്തിലെ ആഴമായ പ്രവചന വസ്തുതകളുടെ വിശദീകരണങ്ങളല്ല, പുതിയ നിയമത്തിലെ വെളിപ്പാട് സാഹിത്യത്തിൻ്റെ ഭാവി ദർശനങ്ങളുമല്ല. അവരൊക്കെ ഇത് സ്നേഹിക്കാനുള്ള കാരണം ഒരു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ എൻ്റെ യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിലെ ആഴമായ വിശദീകരണമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെയുള്ള മാരാമൺ കൺവെൻഷനിൽ സ്റ്റാൻലി ജോൺസ് എന്ന പ്രസിദ്ധനായ പ്രഭാഷകൻ നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരുന്ന കാലം. അന്നൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു, മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ല എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. സ്തോത്രം. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഭക്തരായ ചില ആളുകൾ ചെന്ന് ചോദിച്ചു, സാർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ലയോ? ഉടനെ സ്റ്റാൻലി ജോൺസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇല്ലെന്നൊരു കുറവല്ലാതെ സ്വർഗത്തിന് മറ്റു കുറവൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ട്രാൻസ്ലേഷൻ പോയ പോക്ക് കണ്ടോ? സ്തോത്രം. എന്നിട്ട് അദ്ദേഹം ചേർത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, മഹാത്മാഗാന്ധി ക്രൂശിൽ ഒരു രക്തസാക്ഷിയെ കണ്ടു, നാം ക്രൂശിൽ നമ്മുടെ രക്ഷകനെ കണ്ടു. മഹാത്മാഗാന്ധി കണ്ടത് തൻ്റെ പ്രസംഗമാക്കി, തൻ്റെ ജീവിതമാക്കി. നാം കണ്ടത് നമ്മുടെ പുൾപിറ്റ് പ്രസംഗമാക്കി. മഹാത്മാഗാന്ധി കണ്ടു ക്രൂശിൽ രക്തസാക്ഷിയെ, എന്നിട്ട് ആ രക്തസാക്ഷിയെ കുറിച്ച് കണ്ടത് തൻ്റെ ജീവിതമാക്കി അദ്ദേഹം മാറ്റി. നാം പുൾപിറ്റിൽ പ്രസംഗിക്കുന്നത് യേശുവിനെയാണ്, നമ്മുടെ രക്ഷകനെയാണ് നാം കാൽവറിയിൽ കണ്ടത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയത് അവൻ്റെ ജീവിതമല്ല, നാം അവനെ പ്രസംഗിക്കുകയായിരുന്നു. കാലിൽ കിടന്ന ചെരിപ്പൂരി ചെന്നിക്ക് തല്ലിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങേ പ്രേരിപ്പിച്ച ഘടകമേത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ജീവിതത്തിലെ ചെറിയ ചുവടുകളിൽ പോലും തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ പുതിയ നിയമത്തെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുന്നു.
താൻ ഒരിക്കൽ ഒരു ട്രെയിനിലോട്ട് കയറാനായി തുടങ്ങിയ സമയത്ത് കാലിലെ ഒരു ചെരുപ്പ് ട്രെയിനിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് പ്ലാറ്റ്ഫോമിൻ്റെ താഴേക്ക് അങ്ങ് വീണുപോയി. പെട്ടെന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ താനൊന്ന് നിന്നിട്ട് അങ്ങേ കാലിലെ ചെരുപ്പൂരി കൃത്യം അതിനോട് ചേർത്ത് താഴെ ഇട്ടു. അപ്പം ചോദിച്ചു, കുറേ ഒന്ന് ചോദിച്ചു, ഇനിയിപ്പോൾ എങ്ങനെയാ നടക്കുന്നേ? അല്ല, ഒരു ചെരുപ്പ് പോയപ്പോൾ മറ്റേ ചെരുപ്പിടൊന്നിനെ കളഞ്ഞേ. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എടേ, ഒരെണ്ണം കൊണ്ട് നടന്നാൽ എനിക്ക് പ്രയോജനമില്ല. അത് കയ്യിൽ കിട്ടുന്നവൻ ഒരെണ്ണം തന്നെ കിട്ടിയിട്ട് അതിനൊന്നും പ്രയോജനമില്ല. കിട്ടുന്നവന് രണ്ടും കൂടെ അങ്ങ് കിട്ടട്ടെന്നും കണ്ടാൽ ഞാൻ അത് ഊരി അവിടെ കിട്ടത്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പാടിനെ ദൈവത്തിൻ്റെ വചനം സ്വാധീനിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി വചനം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? പ്രിയ ഷിബുച്ചായൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, പ്രസംഗം കേട്ടു മടങ്ങുന്നതിനേക്കാൾ ഇന്ന് രാത്രി ഇതിനൊരു പരിവർത്തനം ആഴത്തിൽ വരുത്തി മടങ്ങുന്നെങ്കിൽ ഞങ്ങൾ ധന്യരായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. കർത്താവേ, ഈ വചനം ഒരു മാറ്റം എന്നെ വരുത്തണമേ, എന്നെ ഇതൊന്ന് ഉടച്ചു വാർക്കണമേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് നിലവിളിക്കണം. ഈ രാത്രി വചനം എന്നെ ഒന്ന് പണിയണമേ എന്ന്. കോന്നിയിലെ ഒരു അപ്പച്ചൻ കൊച്ചുഞ്ഞുപദേശ സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് അത് കേട്ടിട്ട് രാത്രി വന്ന് കിടന്നുറങ്ങി. ഈ സുവിശേഷ യോഗം കേട്ടിട്ട് അദ്ദേഹം വന്ന് കിടന്നുറങ്ങിയച്ച് വെളുപ്പിന് എഴുന്നേറ്റ് കുറച്ച് ആശാരിമാരെ വിളിച്ചുകൊണ്ട് വന്നു, കുറച്ച് ചുമട്ടുകാരെ കൂടെ കൊണ്ടുവന്നു. ആശാരിമാരെ കൂടെ കൊണ്ടുവന്ന് മേക്കൂര തല്ലി ഊരി ഓടെല്ലാം പിറക്കി താഴെ ഇറക്കി. ഇതെല്ലാം കൂടെ തലച്ചുമടെ ചുമ്മിച്ച് ചുമ്മുകാരെ കൊണ്ട് കോന്നി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നേ കൊണ്ടുവച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇന്നലെ യോഗത്തിന് പോകുന്നത് വരെ അച്ഛന് വലിയ സോക്കേടൊന്നും ഇല്ലായിരുന്നു. യോഗത്തിന് പോയി കഴിഞ്ഞ് അദ്ദേഹത്തിന് സമനില തെറ്റി എന്തോ കുഴപ്പമുണ്ടായതാ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സമനില തെറ്റിയതല്ല, ഇന്നലെ യോഗത്തിന് പോകുന്നത് വരെ ഇതിനൊന്നും കണക്ക് കൊടുക്കേണ്ട ദിവസം വരികയല്ലെന്നാ ഓർത്തെ. ഇന്നലെ യോഗത്തിന് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നെന്ന്. ഞാൻ കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് കള്ളത്തടി വെട്ടി ഉണ്ടാക്കി എൻ്റെ വീടിൻ്റെ മേക്കൂരി അങ്ങ് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നേ കൊണ്ട് വെച്ചേക്കാമെങ്കിൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഇതങ്ങ് ചെയ്തത്. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇങ്ങനെ വല്ല മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി എന്നെ വചനം പിടിച്ചു നിർത്തുന്നു. ഇന്ന് രാത്രി ഇടനെഞ്ചു പൊട്ടി കരയുന്നു, എൻ്റെ ചങ്ക് തകർന്ന് ഈ വചനത്തിന് മുൻപിൽ ഞാൻ നിലവിളിക്കുന്നു എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവമൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നോട് ദൈവം ഈ രാത്രി ഇടപെടുന്ന രാത്രിയാ. ഈ രാത്രി ഓർക്കുക, പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നിന്റെ ഹൃദയത്തെ വചനത്തിന് കീഴ്പ്പെടുത്തി കൊടുക്കുക. പണിയാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഈ രാത്രി നീ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഇതുവരെ പകരപ്പെട്ടിട്ടില്ല ദൈവശക്തിയുടെ ഒരു പുതുജീവൻ നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളുടെ മേൽ പകർന്ന് ഒരു ആത്മവ്യാപാരത്തിന്റെ പുതിയ നിർമ്മാണ പ്രവർത്തനം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ ആ കരം നിനക്ക് അനുകൂലമായി ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളുടെ ചില പണിതെടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥനയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നു. വളരെ ഗൗരവമേറിയ ഒരു ഭാഗമാണ്. സ്തോത്രം. കർത്താവ് ആദ്യം പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചത്. പ്രാർത്ഥന ആർക്കാ പ്രാർത്ഥനയെ അറിയാത്ത? തടിയേലെ വെടി പോലെ, ഉരുളയ്ക്കുപ്പേരി പോലെ ദൈവത്തിന് സ്തോത്രം, കല്ലുവെച്ച ഭാഷയിൽ മണിപ്രവാള ശൈലിയിൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന പ്രാർത്ഥനാ വീരന്മാരും പ്രാർത്ഥനാ വീരാംഗനകളും ഒക്കെയാണ് നമ്മൾ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയുടെ മോഡലിൽ പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മുടെ കണ്ണ് തുറക്കുന്ന രാത്രിയാകണം. ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ, കർത്താവേ, ഒരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതം ഇന്ന് രാത്രി അവസാനിക്കരുത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആത്മതലത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനയെ ദൈവാത്മാവെന്ന് ഉടച്ചു വാർക്കണം. ഈ രാത്രി യോഗത്തിന് മീതെ ദൈവത്തിൻ്റെ തേജസ് നിഴൽ മൂടി നിൽക്കുന്ന രാത്രിയാണ്. നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി വായി തുറന്ന് ഇടം വലം ഇരിക്കുന്നവരെ നോക്കാതെ അനങ്ങാപ്പാറ നയത്തിൽ മൗനവ്രതം അനുഷ്ഠിച്ച് ഇതിനകത്ത് ചില ആളുകൾ ഇരുന്നോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഈ ഗ്രൗണ്ട് വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ വചനം എന്നെ ഒന്ന് അടിമുടി വാർത്തെടുക്കുന്ന രാത്രിയാകണം. ഈ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിലുള്ള ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനാ ജീവിതം നയിപ്പാൻ ഈ രാത്രി എനിക്ക് കരുത്ത് തരണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പഠിപ്പിക്കുന്ന ആ പ്രാർത്ഥനയിൽ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹിപ്പോക്രാറ്റിനെ പോലെ, അഭിനേതാവിനെ പോലെ അഭിനയിച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന അഭിനയമാകരുത്. എന്താണ് അഭിനേതാവിൻ്റെ പ്രാർത്ഥന? ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഉടനെ നല്ലതായി പ്രാർത്ഥിക്കാനുള്ള പ്രയോഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ശരിക്കുമുണ്ട്, അല്ലേ? ഉന്നതനെ ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകലത്തെയും നിന്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന മഹാദൈവമേ എന്നൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ, മക്കളെ നിർത്തണേ ഞാൻ ഡിക്ഷണറി ഒന്ന് നോക്കിക്കോട്ടേടാ എന്ന് തമ്പുരാൻ പോലും പറയത്തക്ക വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നന്നായിട്ടറിയാം. പക്ഷെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആ പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മുകളിലോട്ട് പൊങ്ങില്ല. പ്രാർത്ഥനയ്ക്കകത്ത് അധികം ശൈലിയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ നാവിൽ ഉയരുന്ന പ്രാർത്ഥന നിന്റെ കണ്ണടച്ച് ജാഗരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ അലയടിക്കത്തക്ക വിധം സ്വർഗത്തെ തൊടുന്ന, നരകത്തെ വിറപ്പിക്കുന്ന, പാതാള ശക്തികളെ ആയുധം വെപ്പിക്കുന്ന ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എനിക്ക് കരുത്ത് തരണമെന്ന് പരിസരം മറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഈ യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവാത്മ ഉടച്ചു വാർക്കുന്ന രാത്രിയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് അധരപ്രവാഹമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഭാഷയുടെ കുത്തൊഴുക്കല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകളുടെ നയാഗ്രാപ്രവാഹമല്ല. നിന്റെ ഹൃദയത്തിൽ നിന്നും ദൈവ ഹൃദയത്തിലേക്ക് ഉയരുന്ന നിലവിളിയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലാത്ത ചില സമയങ്ങൾ നിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അന്തർനിയോഗം നൽകി പ്രാർത്ഥനാ മുറിയിലേക്ക് നിന്നെ വലിച്ചുകൊണ്ട് പോയി നിന്റെ നാവിനെ കൊണ്ട് നീ ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ പ്രാർത്ഥിപ്പിച്ച് നാളെ നടത്താൻ ശത്രു നിന്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ച് ബന്ധിക്കാൻ അധികാരം വ്യാപരിക്കത്തക്ക വിധം പ്രാർത്ഥനയിൽ നിയോഗം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ദാമ്പത്യ ജീവിതത്തിനെതിരെ, നിന്റെ സഭയ്ക്കെതിരെ കരുതി കൂട്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരെത്ര പ്രബലരായാലും നീ പ്രാർത്ഥനാ മുറിയിൽ സമയം ചിലവഴിച്ചു കഴിയുമ്പോൾ നിന്റെ നാവിൽ ഉയരുന്ന പ്രാർത്ഥനയുടെ അധികാരത്താൽ നാളെ നിന്റെ വാഗ്ദത്വത്തിനെതിരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കളുടെ മേൽ ഈ രാത്രി ദൈവാത്മ പകർന്നു വന്നിട്ടുണ്ട്. ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ ഈ രാത്രി ആത്മാവിൽ ചലിക്കണം. അസാധാരണ ദൈവശക്തി ഈ കൺവെൻഷന്റെ ഈ രാത്രിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ബലത്തോടെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന കടുങ്കെട്ടു വീണ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഈ രാത്രി നീ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നതിന് മുൻപ് സ്ഫോടകാത്മകമായി പ്രവർത്തിക്കാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. മറക്കരുത്, പ്രതികൂലങ്ങളെ മുറിച്ച് പ്രാർത്ഥിക്കാൻ നിന്റെ മേൽ ദൈവാത്മ ആത്മനിയോഗം പകരും. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കാര്യം പറയാം. ഇന്ന് രാത്രി യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണെന്നും നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മുൻപിൽ നീ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾക്ക് നടുവിൽ കടന്നു പോകുന്നത് നീ അറിയാതിരിക്കെ നിന്നെ ഉറക്കമുറിയിൽ തട്ടി എഴുന്നേൽപ്പിച്ച് ആ വിഷയത്തിന് വേണ്ടി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവാത്മ ബലപ്പെടുത്തുന്നെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഇടം വലം നോക്കാതെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവപൈതലെ, ഈ പ്രാർത്ഥന അസാധാരണമായ പ്രാർത്ഥനാ അനുഭവമാണ്. ഇത് സാധാരണ പ്രാർത്ഥനാ തരമല്ല. ഞാൻ വിശ്വസിക്കുന്നതിന് ഇടയ്ക്ക് കയറി പറയാം, നിനക്ക് പ്രാർത്ഥനയിൽ അധരം ചലിപ്പിക്കുമ്പോൾ അറിയാത്ത ചില വിഷയങ്ങൾ ആത്മനിയോഗത്തോടെ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഒരു ഭൂഗണ്ണാന്തര ബാലറ്റിക് മിസൈൽ ഒരു ഭൂഗണ്ണത്തിൽ നിന്ന് തൊടുത്തുവിട്ടാൽ അടുത്ത ഭൂഗണ്ണത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നത് പോലെ നിന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് നീ ആത്മാവിൽ തൊടുത്തുവിട്ടാൽ പിശാചിന്റെ താവളങ്ങളെ തകർക്കാൻ നിനക്ക് കൈ തൊടാൻ കഴിയാത്ത അകലത്തിൽ തന്റെ വിശിഷ്ട ദൂതന്മാരെ, സ്വർഗത്തിന്റെ മിലിറ്ററിയെ നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സ്വർഗീയ സൈന്യം ഇതിന് പുറകിൽ ചലിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. ഈ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, ആത്മതലം തൊടുന്ന പ്രാർത്ഥനയാണ്.
ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവി രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളെ ഒരുക്കുന്ന രാത്രിയാ. അസാധാരണമായ ദൈവാത്മ വ്യാപാരത്തിലേക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചില ദൈവാത്മാവ് കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. അടുത്തിരിക്കുന്നവരോ ഇടത്തിരിക്കുന്നവരോ മൗനമായിരിക്കട്ടെ. എന്നാൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഷയുടെ നിയന്ത്രണം പോലും ദൈവത്തിന് ആത്മാവ് ഏറ്റെടുത്തിട്ട് നിന്റെ പ്രാർത്ഥനയുടെ ഘടന മാറ്റാൻ ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിന്റെ ഏറ്റവും പുറകിലത്തെ നിര മുതൽ ഈ ഗ്രൗണ്ടിന്റെ ഏറ്റവും മുൻപിലത്തെ നിര വരെ ദൈവജനം മുഴുവൻ ഈ ആത്മനിയന്ത്രണത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഇരുട്ടിന്റെ ശക്തികളെ ആയുധം വെപ്പിക്കുന്ന, നരക കവാടങ്ങളെ വിറപ്പിക്കുന്ന, പാതാള ഗോപുരങ്ങളെ ബന്ധിക്കുന്ന ഒരു ഭക്തന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു ഭക്തന്റെ പ്രാർത്ഥന. ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് യാത്ര ചെയ്തപ്പോൾ ഒരു അമ്മച്ചിയോട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് ഏതൊക്കെ തലമുണ്ടെന്നറിയാമോ? എന്നിട്ട് ആ വൃദ്ധയായ മാതാവിനോട് പറഞ്ഞ വിഷയം, എൻ്റെ മോളും മരുമകനും 3 കുഞ്ഞുങ്ങളും കൂടെ ഒരു യാത്ര പോയിക്കുക. യാത്രാ സമയത്ത് 2:30 അർദ്ധരാത്രി വരുമെന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ കാത്തു നിൽക്കുന്നെങ്കിലും ഗാഢമായി ഉറങ്ങുക. ഈ ഉറക്കത്തിൻ്റെ സമയത്ത് എന്നെ ആരോ തട്ടി ഉണർത്തുന്നത് പോലെ എഴുന്നേറ്റിരുന്ന തലമുറയുടെ വിടുതലിനായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ ഞാനൊന്ന് ആവർത്തിച്ച് പറയട്ടെ, ചില പ്രതികൂലങ്ങൾ നിനക്കറിയാൻ കഴിയാത്തത് നിന്റെ വീടിന് നേരെ കരുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ഗാഠനിദ്രയിൽ ഉറങ്ങുമ്പോഴോ ആവശ്യമില്ലാത്ത പ്രത്യേക വേളകളിൽ നിന്നെ ആത്മാവ് അന്തർനിയോഗം നൽകി തട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏതോ അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ നിന്റെ നാവിനെ ദൈവാത്മാവ് മാറ്റാൻ തുടങ്ങുകയാണ്. അത് ഇന്ന് രാത്രി ഇവിടെ വിശ്വസിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ അതിനായി ഒരുക്കുന്ന രാത്രിയാകട്ടെ. 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസറയുടെ ശക്തിയേക്കാൾ ഈന്തലിന്റെ ചുവട്ടിരുന്ന് കരയുന്ന ഒരു ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിന്റെ കുതിരക്കാലുകളെ മുറിച്ചു മാറ്റാൻ ദൈവത്തിന്റെ ദൂതവ്യൂഹങ്ങൾ എഴുന്നേറ്റതുപോലെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ എഴുന്നേൽക്കും. ആ കരം ദൈവദൂതന്മാർ തന്നെ പ്രവർത്തിക്കും. ഏതായാലും വേണ്ടില്ല, അമ്മച്ചി എഴുന്നേറ്റു, ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് 2:30 എന്നുള്ള സമയം കലണ്ടറിൽ ഒന്ന് കുറിച്ചിട്ടതിന് ശേഷം കിടന്നുറങ്ങി. ഈ സമയം ഈ കുഞ്ഞുങ്ങൾ കുടുംബം ഒരുമിച്ച് ഹൈവേയിലൂടെ വരിക. ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്. വണ്ടി ഒരു പാലത്തിൽ കയറി താഴേക്കിറങ്ങിയ ഒരു വെള്ളക്കെട്ടിൽപ്പെട്ടത് ഒരുപോലെ. അപ്പോഴേക്കും ആ വെള്ളക്കെട്ടിൽപ്പെട്ട വണ്ടി നിയന്ത്രണം ഭേദിച്ച് ഇടത്തുവശത്തെ ഡിവൈഡർ തകർത്ത് തൊട്ട് താഴത്തെ നദിയുടെ എഡ്ജിലേക്ക് പറന്നിറങ്ങുക. നിലവിളിച്ചു പോയി. അത് പറന്നു പറ്റിയത് നദിയുടെ സൈഡിലെ ഡിവൈഡറിന്റെ പുറത്ത് ഉഗ്ര ശബ്ദത്തോടെ വന്നിരുത്തി. സ്തോത്രം. ഈ വണ്ടി ആറ്റിലേക്കായുക, അതിന്റെ പിൻവശം കരയിലേക്ക് മറിയുക. ഒരു ക്ലോക്കിന്റെ പെൻഡുലം ആടുന്നത് പോലെ ഇരുന്ന് ആടുക. പെട്ടെന്ന് അവർ നിലവിളിച്ചെങ്കിലും പോലീസ് സംവിധാനത്തിൽ ക്രെയിൻ ക്രമീകരണത്തിലൂടെ ഈ താഴെ ഈ വണ്ടി ക്ലിപ്പ് ചെയ്ത് കരയിലെത്തിച്ചു. സ്തോത്രം. കരയിലെത്തിച്ച് കരയിൽ ഇറങ്ങിയ ഉടനെ ചോദിച്ചു, ഞങ്ങൾ ഇവിടെ വീണ കാര്യം പോലീസിനെ അറിയിച്ചത് ആരാ? തൊട്ട് മുന്നിൽ നിർത്തിയിട്ടിരുന്നൊരു വെള്ളക്കാരുടെ വണ്ടി പറഞ്ഞു, ഞങ്ങളാ അറിയിച്ചത്. പക്ഷേ ഞങ്ങളൊരു അത്ഭുതം കണ്ടു. വണ്ടി ഓടിച്ചു വരുമ്പോൾ നരച്ച താടിയും തലമുടിയുമുള്ള തൂവെള്ള വസ്ത്രം ധരിച്ചൊരു വൃദ്ധൻ ഇവിടെ നിന്ന് കൈ കാണിച്ചു. അയാൾ താഴേക്കൊരു വണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോലീസിനെ അറിയിച്ചു. പക്ഷേ ഇയാൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനിടയ്ക്ക് ആ മനുഷ്യനെ ഞങ്ങൾ ഇവിടെ മുഴുവൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് എത്ര ദൈവമക്കൾക്ക് മനസ്സിലായി? ഈ ദൂത് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവപൈതലെ, മുറിക്കകത്ത് കടന്നുറങ്ങുന്ന ആ മാതാവിനെ പ്രാർത്ഥനാ മുറിയിൽ തട്ടി ഉണർത്തിയിട്ട് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ആത്മനിയോഗത്തോടെ ഞാൻ ആലോചന വിളിച്ചു പറയുന്നു. നിനക്കെതിരെ ഉയരുന്ന ചില അനർത്ഥങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും നിനക്ക് ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയ വ്യക്തികളെ പ്രാർത്ഥനാ മുറിയിൽ തട്ടി എഴുന്നേൽപ്പിച്ച് നിനക്കെതിരെ ശത്രു ഒരുക്കുന്ന കരുതിക്കൂട്ടിയുടെ കരുനീക്കങ്ങളെ തിരശീലയുടെ പുറകിലിരുന്ന് നിയന്ത്രിച്ചുകൊണ്ട് അതിന്മേൽ ജയം പകരാൻ പ്രാർത്ഥനയുടെ പുറകിൽ സ്ഫോടകാത്മകമായ ദൈവശക്തി ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്നു. ഇത് അസാധാരണമായ പ്രാർത്ഥനയാണ്. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്ക്. ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഒരു ഉറക്കം തൂങ്ങി പ്രാർത്ഥനയല്ല, ഒരു വിവാഹത്തിന് പ്രാർത്ഥിച്ചിറക്കുന്ന പ്രാർത്ഥനയല്ല, ശവമടക്കിന് ചടങ്ങ് നടത്താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. എൻ്റെ ദൈവമേ, ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എൻ്റെ അധരത്തെ മാറ്റണമേ. തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ആത്മനിയോഗം തിരിച്ചറിയുന്ന ഒരു വിശുദ്ധന്റെ മോഡൽ പ്രാർത്ഥന.
ആ പ്രാർത്ഥന അതിൻ്റെ ഒരു മോഡൽ കർത്താവ് പഠിപ്പിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയുടെ ആമുഖം എങ്ങനെ വേണം, ആ പ്രാർത്ഥനയുടെ വിഷയ വിശദീകരണം എങ്ങനെ വേണം, ആ പ്രാർത്ഥനയുടെ ഉപസംഹാരം എങ്ങനെ വേണം. അതിൽ കർത്താവ് പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് ആമുഖമുണ്ട്. ആ എന്താ ആമുഖം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോഴാര് പ്രാർത്ഥിക്കണം? മക്കള് പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ പദവി തിരിച്ചറിഞ്ഞ ദൈവമക്കളെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പെന്തക്കോസ്തുകാരായ ദൈവമക്കളോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെ കൊള്ളാം, നിങ്ങളുടെ പ്രാർത്ഥനയും അന്യഭാഷയും ഒക്കെ കൊള്ളാം, നിങ്ങളെന്നെ ഈ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്? സ്തോത്രം. തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച എന്ന മട്ടിൽ ഇതുപോലെ ഉച്ചരിക്കാനാണ് ചോദ്യമെങ്കിൽ അബദ്ധം പറ്റി. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത് മാതൃക പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അതുപോലെ പദാനുപദം ചൊല്ലിയതായി പുതിയ നിയമത്തിലെ ഒരു തെളിവുകളുമില്ല. ഈ പ്രാർത്ഥനയുടെ മോഡൽ വെച്ചുകൊണ്ട് മാതൃകാപരമായി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറന്നതോർത്ത് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പിന്നെ ഞാനൊരു കാര്യം ഇടയ്ക്ക് പറയാം. ഈ പ്രാർത്ഥന ഇതുപോലെ വല്ലപ്പോഴും അങ്ങ് പ്രാർത്ഥിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ പരമാർത്ഥതയോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഉച്ചരിക്കണമെങ്കിൽ ഇച്ചിരി പുളിക്കും. സ്തോത്രം കുറവായിരുന്നു. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ഓരോ പദങ്ങളും ആഴമാണ്. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രയോഗം ശ്രദ്ധിച്ചേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം അകത്ത് കത്തുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്നത് സാധാരണക്കാരനെ അല്ല, ഞാൻ സേവിക്കുന്നത് സർവാധികാരിയെയാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എൻ്റെ അതിരൊരുത്തൻ മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ, എനിക്കെതിരെ തന്ത്രങ്ങൾ ഒരുക്കിയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന സമയം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൈക്കാശുമായിട്ട് ഞാൻ പോകില്ല. എൻ്റെ അപ്പൻ്റെ നമ്പർ എടുക്കും, ഡയൽ ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് സുരക്ഷിതത്വം വരുമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്നും അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആരും പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യണ്ട. ഈ രാത്രി അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയാകുമോ? എത്ര ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഈ രാത്രി ഉയരും. കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന, അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എത്ര ദൈവമക്കൾ ഈ രാത്രി വാ തുറന്ന് പ്രാർത്ഥിക്കും. നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുന്നതിന് മുൻപ് നിനക്കെതിരെ നിൽക്കുന്ന വിഷയത്തിന്മേൽ നടപടിയെടുക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിവുണ്ടെന്ന് കടന്നു കയറി വിശ്വസിക്കാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, അസാധാരണ ദൈവശക്തി അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആരെയും ഇടയ്ക്ക് നിർത്താതെ ധൈര്യത്തോടെ അപ്പ എന്ന് വിളിച്ച് വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഈ രാത്രി നാവുകൾ ചലിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ യാക്കോബായ മേഖലയിൽ മാതൃവഴിയിൽ ആയിരുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥനാ നാമങ്ങളുടെ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ പേരെല്ലാം പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. അന്തിമോസ, ഇവാനിയോസ, കൂറിലോസ, ദീമോസ, ഇസ്കരിയോത്തോസ, യൂലിയോസ, ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടൊരു പ്രയോഗം. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവെ അന്തിമോസനെ, ഇവാനിയോസനെ, കൂറിലോസിനെ, ദീമോസനെ, ഇസ്കരിയോത്തോസിനെ, യൂലിയോസിനെ ഒക്കെ ഓരോ വിഷയങ്ങളുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. റെക്കമെൻഡേഷൻ സ്വീകരിച്ച് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഉത്തരം തരണമെന്ന്. നിന്റെ റെക്കമെൻഡേഷൻ അവിടെ ചെന്നെങ്കിലേ അവരുടെ റെക്കമെൻഡേഷൻ ദൈവം സ്വീകരിക്കത്തുള്ളെങ്കിൽ നിനക്ക് നേരിട്ടങ്ങ് റെക്കമെൻഡ് ചെയ്തുകൂടെ എന്ന് പറയാൻ കൃപയാൽ കണ്ണ് തുറന്നവരായി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഒരാളെ ഇടയ്ക്ക് നിർത്താതെ ഇന്ന് രാത്രി ലജ്ജ കൂടാതെ വാ തുറന്ന് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പദവി നേടിയ ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ രാത്രി ആ ധൈര്യം അകത്ത് തിളയ്ക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ലജ്ജ കൂടാതെ വിളിച്ചു പറ, അപ്പ.
ഗ്ലോറി. ഈ രാത്രി ഞാൻ ഒരു വസ്തുത വിളിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോൾ, നിന്റെ മിത്രം നിനക്ക് അനുകൂലമായി നിൽക്കും എന്ന് നീ വിചാരിക്കുന്ന വേളയിൽ, നീ സ്നേഹിക്കുന്ന മിത്രവും നിന്നെ കൈയൊഴിഞ്ഞു പോകുമ്പോൾ, നീ സ്നേഹിക്കുന്നവരാരും നിന്റെ ജീവിത പ്രതികൂലത്തിന് നിന്നോടൊപ്പം നിൽക്കാതെ വരുമ്പോൾ, നിന്നെ കശാപ്പ് ചെയ്യാൻ, നിന്റെ കരൾ പറിക്കാൻ, നിന്റെ മാംസം പിച്ചി ചീന്താൻ നിനക്കെതിരെ രൂക്ഷതയോടെ അടുക്കുന്ന ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടി പുറപ്പെടുവിക്കത്തക്ക വിധം നിന്റെ ശത്രുവിൻ്റെ ഹൃദയത്തെ നിനക്ക് അനുകൂലമാക്കിക്കൊണ്ട് നിന്റെ മിത്രത്തിൻ്റെ മുൻപിൽ വെച്ച് നിന്റെ ശിരസ് ഉയർത്തി മാനിക്കാൻ കഴിവുള്ള ഒരു സർവാധികാരിയെയാണ് ഇന്ന് രാത്രി നീ അപ്പ എന്ന് വിളിക്കുന്നതെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഞാൻ അപ്പ എന്ന് വിളിക്കുന്നത് സാധാരണക്കാരനെ അല്ല, ഞാൻ അപ്പ എന്ന് വിളിക്കുന്നത് എൻ്റെ ഒരു സർവാധികാരിയെയാണ്. അവൻ അധികാരമുണ്ട് ഈ രാത്രി കേട്ടോ. കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് പരിപാടി മുഴുവൻ ആസൂത്രണം ചെയ്താലും ഏത് കഴുത്ത് വേണം ആ കഴിവേ കയറാനെന്നുള്ള വിഷയം എൻ്റെ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോൾ, നിന്റെ മിത്രം നിനക്ക് അനുകൂലമായി നിൽക്കുമെന്ന് വിചാരിക്കുന്ന വേളയിൽ, നിന്റെ മിത്രവും നിന്നെ കൈയൊഴിഞ്ഞാലും നിന്റെ ശത്രു നിനക്കെതിരെ കരം അടുക്കാൻ അനുവദിക്കാതെ നിന്റെ ശത്രുവിൻ്റെ മനസ്സിൽ കയറിയിരുന്ന് അവനെ കൊണ്ട് വിധി മാറ്റാൻ കഴിവുള്ള ദൈവമാ ഈ രാത്രി ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ലജ്ജ കൂടാതെ വിളിച്ചു പറയണം, അപ്പാ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ. നമുക്കറിയാം, ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലുമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത. ഇസ്രായേൽ ജനതയ്ക്ക് ജന്മം കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചത് ഗ്രേറ്റ് ബ്രിട്ടനെയാണ്, ഒരു ക്രൈസ്തവ രാജ്യത്തെയാണ്. എന്നാൽ ചരിത്രം അറിയാവുന്ന നിങ്ങൾക്കറിയാം, ഗ്രേറ്റ് ബ്രിട്ടൻ തങ്ങളുടെ പ്രതിഷ്ഠയിൽ നിന്നും തീരുമാനത്തിൽ നിന്നും പിന്മാറിയിട്ട് അറബികളുടെ എണ്ണക്കിണറുകളിൽ കണ്ണുവെച്ചുകൊണ്ട് പലസ്തീൻ നാട്ടിൽ സ്വതന്ത്ര ഇസ്രായേൽ രാജ്യം രൂപീകരിക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ അടുത്ത UNO സമ്മേളനത്തിൽ തങ്ങളുടെ സുരക്ഷിതത്വം പിൻവലിച്ചുകൊണ്ട് ഇസ്രായേലിനെ അനാഥരാക്കാൻ ഗ്രേറ്റ് ബ്രിട്ടൻ തീരുമാനിച്ചപ്പോൾ, അവരുടെ കരൾ പറിക്കാൻ, അവരുടെ മാംസം പിച്ചി ചീന്താൻ, അവരെ മധ്യധരണിയാഴി കടലിലേക്ക് തള്ളിയിടാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന USSRന്റെ കരുനീക്കങ്ങളുടെ മുൻപിൽ ഇവർ നിലവിളിച്ച് നിൽക്കുന്ന സമയം, അവരുടെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്ന USSRനെ കൊണ്ട് പലസ്തീൻ നാട്ടിൽ ഇസ്രായേലിന് സ്വതന്ത്ര രാജ്യം വേണമെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ കൈയൊഴിഞ്ഞപ്പോൾ വാദിപ്പിച്ച ദൈവമാണ് നീയും ഞാനും സേവിക്കുന്ന ദൈവമെങ്കിൽ, ഈ രാത്രി പുൾപിറ്റിൽ നിന്നുകൊണ്ട് ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മനിയോഗത്തോടെ ഞാൻ ആലോചന വിളിച്ചു പറയുന്നു. നീ കരുതുമെന്നും നിന്നെ സംരക്ഷിക്കുമെന്നും നീ വിചാരിച്ചവർ നിന്നെ കൈയൊഴിഞ്ഞാലും വിളിച്ച ദൈവം കൈയൊഴിയാത്തിടത്തോളം കാലം ജീവിതത്തിന്റെ ഒടുവിലത്തെ സമയം നിനക്ക് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ നീ ആരാധിക്കുന്ന ദൈവ ശക്തനാണെന്ന് അകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിളിച്ചു പറയണം, ഞാൻ സേവിക്കുന്നവൻ സാധാരണക്കാരനല്ല, അവന്റെ വേദന നന്നായി അറിയാവുന്നവനാ. സ്തോത്രം പറയാൻ കഴിയുമോ? സ്തോത്രം പറയാൻ കഴിയുമോ? ഇന്ന് രാത്രി തലയെ കൈവച്ച് ആലോചന പറഞ്ഞില്ലെങ്കിലും ഈ രാത്രി ദൈവാത്മാവ് നിന്റെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ വേദന തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ കഴിവുള്ള സർവാധികാരിയുടെ കരം ഇന്ന് രാത്രി ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി യോഗം കഴിഞ്ഞ് നീ വീട്ടിലെത്തുന്നതിന് മുൻപ് നിന്റെ ഭാരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയത്തെ എൻ്റെ ദൈവത്തിന് തൊടാനായിട്ട് കഴിയും. നീ സേവിക്കുന്ന കർക്കശക്കാരനായ ഒരുവനെയല്ല, നീ സേവിക്കുന്ന പിതാവിനെയാണ്. അവന്റെ കൈ നിനക്ക് അനുകൂലമാണെങ്കിൽ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഉയർന്നാൽ ഒരു തടസ്സവും നിന്റെ ജീവിതത്തിന്റെ വാഗ്ദത്തത്തെ ലംഘിക്കയില്ല. ഇതിന്റെ പുറകിൽ ആ കരം നിനക്കായി ഉയർന്നു നിൽക്കുന്നു. ഒരു വാഴക്കൊല കൊച്ചടക്കാരന്റെ മകന്റെ സാക്ഷ്യം ഒരിക്കൽ കേട്ടു. അപ്പൻ വാഴവിളയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് ഒരു കാര്യത്തിന് ആഗ്രഹിക്കും. കാര്യം മറ്റൊന്നിനുമല്ല. അപ്പൻ ഒറ്റയ്ക്ക് വാഴക്കൊലയെല്ലാം വെട്ടി കൊട്ടയ്ക്കകത്ത് വെച്ചതിന് ശേഷം ആ കൊട്ടയിലോട്ട് അത് എടുത്തു വെച്ചിരിക്കുന്ന വാഴക്കൊലയ്ക്ക് പിടിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കയ്യാലപ്പുറത്ത് ഇത് കയറ്റി വെച്ച് നിരക്കി 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 അപ്പൻ്റെ തലയിലോട്ട് കയറ്റി വെക്കുന്ന സമയം വഹിക്കാൻ വയ്യാന്ന് ബോധ്യമായാൽ അതിനകത്ത് നിന്ന് ഒരെണ്ണം എൻ്റെ കയ്യിൽ എടുത്തു തരും. എന്നാൽ എൻ്റെ അപ്പൻ അത് എൻ്റെ കയ്യിൽ എടുത്തു തരുന്നതിന് മുൻപ് വാഴക്കൊല കൊട്ടയ്ക്കകത്തോട്ട് കൈയിട്ടിട്ട് ഓരോന്ന് പൊക്കിയിട്ട് താത്തു വെക്കും, അടുത്തത് പൊക്കും, താത്തു വെക്കും. എന്തിനാ പൊക്കിയിട്ട് താത്തു വെക്കുന്നതെന്നറിയാമോ? എൻ്റെ അപ്പൻ അറിയാം എൻ്റെ തലയ്ക്ക് എത്രയും വഹിക്കാൻ പറ്റുമെന്ന്.
എൻ്റെ തലയ്ക്ക് വഹിക്കാൻ കഴിയാത്തത് എൻ്റെ തലയെ വെക്കാത്ത ഒരപ്പനാണ് ഇവിടെ എനിക്ക് ജന്മം തന്ന അപ്പനെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ ശുശ്രൂഷയ്ക്കും നിന്റെ പ്രവൃത്തിക്കും വഹിക്കാൻ കഴിയാത്തതിനെ അനുവദിക്കാതെ നിന്നെ കരുതുന്ന ഒരു പിതാവാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ലജ്ജ കൂടാതെ വിളിച്ചു പറയണം, അപ്പാ സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഞാൻ പലപ്പോഴും ഓർക്കും, നമുക്ക് ഈ രാത്രി ആരെ ഇടയ്ക്ക് നിർത്തണ്ട, നേരിട്ട് അപ്പ എന്ന് വിളിക്കാൻ പദവിയുണ്ട്. കാര്യം മറ്റൊന്നല്ല, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളെ എൻ്റെ മുൻപിൽ നിന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ വീണ്ടും ജനനമെന്ന് അറിയാവുന്ന ദൈവമക്കളെ ഇവിടുന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. വീണ്ടും ജനനമെന്ന് പറയുന്നത് മതപരിവർത്തനമല്ല. വീണ്ടും ജനനമെന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം അംഗീകരിക്കലല്ല. വീണ്ടും ജനനമെന്ന് പറയുന്നത് വിശ്വാസ സ്നാനമല്ല. വീണ്ടും ജനനമെന്ന് പറയുന്നത് വിശ്വാസ പ്രമാണ ഉരുവിടലല്ല. വീണ്ടും ജനനമെന്ന് പറയുന്ന അന്യഭാഷയല്ല. വീണ്ടും ജനനമെന്ന് പറയുന്നത് കൃപാവരമല്ല. ദൈവവചനമെന്ന കെടാത്ത ബീജം എൻ്റെ ഹൃദയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പതിച്ചിട്ട് പരിശുദ്ധ റൂഹ അതിന്മേൽ നിഴൽ മൂടി വ്യാപരിക്കുമ്പോൾ നിലവിളിക്കുന്ന എൻ്റെ അകത്ത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ പിറന്നു വീഴുന്ന അനുഭവമാണ്. ആ പിറന്നു വീഴാൻ ഭാഗ്യം കിട്ടിയ ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ ആരെയും ഇടയ്ക്ക് നിർത്താതെ അപ്പ എന്ന് വിളിക്കാൻ നിന്റെ അധരമൊന്ന് ചലിപ്പിച്ചാൽ അന്തീമോസും വേണ്ട, ഈവാനിയോസും വേണ്ട, വിശുദ്ധന്മാരാരും വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഒരു ടെലഗ്രാമിനേക്കാൾ വേഗതയിൽ, ഒരു ടെലഫോണിനേക്കാൾ വേഗതയിൽ വിഷയം എത്തിച്ചേർന്നിടത്ത് എത്തിച്ചേർന്ന് മറുപടി തരാൻ കഴിവുള്ള സർവാധികാരിയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഇടയ്ക്ക് ചിലരെ നിർത്തിയാലേ ചിലർക്ക് പ്രാർത്ഥന സുഖമാകൂ. ഞങ്ങളുടെ വീടിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഒരു ചക്ക ഇടാൻ പ്ലാവിൻ്റെ ചുവട്ടിൽ വന്നു. നീളമുള്ളൊരു തോട്ടിലറ്റത്ത് ഒരു അരിവാൾ വെച്ച് കെട്ടി ചക്കയുടെ ഞെടുപ്പേരോട്ട് കയറ്റിയിട്ട് താഴോട്ട് വലിച്ചപ്പോൾ തോട്ടിനറ്റത്തെ കെട്ട് മുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞു പോന്നു. ഈ അരിവാൾ അവിടെ കുത്തിയിരുന്നു. ഇദ്ദേഹത്തിന് വലിയ മനപ്രയാസം ഉണ്ടായി. പുള്ളി നേരെ പ്ലാവേ കയറി അനങ്ങാതെ അരിവാൾ എടുത്തു നേരെ താഴെ ഇറങ്ങി വന്നു. അടുത്ത മാടക്കടയിൽ പോയി പുള്ളി 2 രൂപയുടെ മുടിക്കയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ തോട്ടിനറ്റത്ത് ശരിക്ക് വെച്ച് കെട്ടി ചക്കയിട്ട് തിന്നു. എടാ മണ്ടനെ, വെട്ടിയിടാൻ കൈ കിട്ടിയപ്പം വെട്ടിയിട്ടേച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാലും ഈ തോട്ടിൽ കൂടെ പറിക്കുമെന്ന് നിനക്കെന്നാ ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ചാന്ന് വിളിക്കാൻ കൈ കിട്ടിയാലും ഇടയ്ക്ക് തോട്ടി കൂടെ പറിക്കുമെന്ന് നിർബന്ധമുള്ളവരുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇടം വലം നോക്കാതെ ലജ്ജ കൂടാതെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, മടിക്കണ്ട. ഈ രാത്രി വാ തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരം ചലിക്കുകയാണ്. ഈ രാത്രി ഓർക്ക്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ആരെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ പഴയ നിയമത്തിനെ ഓടിച്ചെല്ല്. വിശുദ്ധനിൽ വിശുദ്ധനായി, ആ തലമുറ കണ്ട ഏറ്റവും ഭക്തനായി, മഹാദൈവത്തിൻ്റെ ദിവ്യ തേജസ്സിൻ്റെ ദിവ്യപ്രഭ സ്വന്തം ശരീരത്തിൻ്റെ ത്വക്കിലേക്ക് പ്രതിഫലിച്ചിട്ട് ഇറങ്ങിച്ചെല്ലുന്ന സമയം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുത്, അവിടുത്തെ മുഖത്ത് നിന്നും തേജസ് പ്രസരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം കണ്ടവനല്ലായിരുന്നു മോശ? 30 പേരുടെ നേതാവല്ല, 30 ലക്ഷത്തിൻ്റെ നേതാവ്. ഒരു വടി നീട്ടിയാൽ കടൽ പിളരും, ഒന്ന് കരമുയർത്തിയാൽ പ്രകൃതി നിലയ്ക്ക് നിർത്തും. അത്ര ശക്തനായ കർത്തൃദാസൻ. എന്നാൽ അദ്ദേഹം മരിച്ചു മൺമറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ യോശുവ, മോശയപ്പച്ച ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത്. മോശയ്ക്കും യോശുവയ്ക്കും ഒരു കാര്യം അറിയാം, ഞങ്ങൾ അന്യോന്യമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഞങ്ങളെ 2 പേരെയും വിളിച്ചൊരു ദൈവമുണ്ട്, ആ ദൈവത്തോട് വേണം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ. ഏലിയാവിൻ്റെ നല്ല ശിഷ്യനായിരുന്നു ഏലിശ. ദൈവത്തിന് സ്തോത്രം. ആ യോർദാന്റെ അക്കരെ കരയിലോട്ട് കയറുന്ന സമയം അത്ഭുതത്തിന് 2 പേരും സാക്ഷികളായി. അക്കരെ കരയിൽ കൈ കോർത്ത് പിടിച്ച് നടന്ന് നീങ്ങുന്ന രംഗം എത്ര അന്ന് സന്തോഷകരമാ. സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വരഥങ്ങൾ താഴേക്കിറങ്ങി വന്ന് ഏലിയാവിനെ സ്വർണ്ണ തേരിൽ എന്നതുപോലെ ഈ അശ്വത്തേരിൽ മുകളിലോട്ട് കൊണ്ടുപോകുന്ന രംഗം എത്ര അത്ഭുതകരമാ. എന്നാൽ മുകളിലോട്ട് പറന്നു കയറുന്ന ഏലിയാവിൻ്റെ തോളിൽ നിന്ന് വീണ പുതപ്പുമായി മടങ്ങി വന്ന് യോർദാനെ അടിക്കുമ്പോൾ ഏലിയാവപ്പച്ച എനിക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നല്ല ഏലിശ പറഞ്ഞത്, ഏലിയാവിൻ്റെ ദൈവം എവിടെയെന്ന്. അങ്ങനാണെങ്കിൽ ഈ രാത്രി ലജ്ജ കൂടാതെ ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, കരങ്ങൾ ഉയർത്തി കർത്താവിനോട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്ക. അപ്പാ, ഈ രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഇരിക്കുന്ന ഇടത്ത് മറുപടി എത്തിക്കാൻ ആ കരം ബലത്തോടെ ചലിക്കുന്നു. മറക്കരുത്, അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം.
ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഗ്രഹിക്കുമ്പോൾ കുറെ കൂടെ ആഴമായി എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് 7 പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവാത്മാവ് അടക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് നിങ്ങളുടെ മനസ്സിലോട്ടൊന്നാകണം. 1, അഭിസംബോധന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 2, 7 പ്രാർത്ഥനാ വിഷയങ്ങൾ. 1, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. 4, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും നിനക്കുള്ളത് തന്നെ, ആമേൻ. അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ആമുഖമുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സംബോധനാ വാചകം. വിശുദ്ധന്മാരെ ആരെയും ഇടയ്ക്ക് നിർത്തണ്ട, നേരിട്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ വാ തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി, നേരിട്ട് വിഷയം അങ്ങോട്ട് അറിയിക്കാം. പ്രാർത്ഥനയ്ക്ക് ഒരു ഉപസംഹാരവുമുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് ഏറെ ഗൗരവമായ 7 പ്രാർത്ഥനാ വിഷയമുണ്ട്. ശ്രദ്ധിക്കണേ. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. ഈ പ്രാർത്ഥന പൊതുവെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ പ്രാർത്ഥനയ്ക്കകത്ത് 2 ഉൾപ്പിരിവുകൾ, 2 വിഭജനങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ കാണാം. 1, നിന്റെ നിന്റെ നിന്റെ. 2, ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. സ്തോത്രം. എന്താ ഈ കാര്യം? പ്രാർത്ഥന 2ആയി തിരിക്കുന്നു. 1, നീയും ഞാനും. 2, ഞങ്ങളും ഞങ്ങളും. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഈ പ്രാർത്ഥനയുടെ ആഴം ഗ്രഹിക്കണേ. സകല പാപങ്ങൾക്കും രാഗങ്ങൾക്കും മൂലരാഗമുള്ളതുപോലെ ഒരു തന്തരാഗമുണ്ട്. സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട്. ഗായക സംഘത്തോട് ചോദിച്ചാൽ പറയും, കീബോർഡിന്റെ സെറ്റിങ്ങിൽ രാഗങ്ങളുടെ മൂലരാഗം സപ്തരാഗമാണ്. സകല രാഗങ്ങളും പൊട്ടിവിടരുന്നത് സപ്തരാഗത്തിൽ നിന്നാണ്. 10,000-കണക്കിന് രാഗതല്ലജങ്ങൾ വിഭജിച്ചൊഴുകുന്നത് സപ്തരാഗത്തിൽ നിന്നാണ്. അപ്പോൾ രാഗങ്ങളുടെ അപ്പൻ രാഗം സപ്തരാഗമാണ്. ഇതുപോലെ പാപങ്ങളുടെ അപ്പൻ പാപം എവിടുത്തെ പാപമാണെന്നറിയാമോ? അത് ദൂതനിൽ തുടങ്ങിയതാണെങ്കിലും മനുഷ്യകുലത്തിൽ ഏതനിൽ പ്രതിഫലിച്ച പാപമാണ്. ഏതനിലെ പാപം ഏത് പാപമായിരുന്നു? ഏതനിലെ പാപം അക്ഷരാർത്ഥത്തിൽ 2 ബന്ധങ്ങളുടെ തകർച്ചയായിരുന്നു. നിങ്ങൾക്കറിയാമോ, സർവശക്തനായ ദൈവം ഇച്ഛ നിർവഹിപ്പാൻ ഉച്ചരിച്ചുണ്ടാക്കിയ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ഒരുപടി മണ്ണെടുത്ത് കരുത്തുറ്റ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ മെനഞ്ഞു. പാപം ചെയ്ത് പരാജയം സംഭവിച്ചപ്പോൾ ഏദൻ പൂങ്കാവനത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ദൈവം ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചോദ്യം? ആദമേ നീ എവിടെ? മറുപടി ആദം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്തോത്രം. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ. അവിടെ എംബസൈസ് ചെയ്തിരിക്കുന്നത്, അവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് നീ തന്ന. അതിൻ്റെ അർത്ഥം, ദൈവത്തിന് സ്തോത്രം, പാപക്കനി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പാപത്തിൽ വീണ് പരുവക്കേടി നിൽക്കുക. ആ സമയത്താണ് എവിടെയെന്ന് ചോദിക്കുന്നത്. അല്ലാതെ പിള്ളേരെ അടിച്ചാച്ചോട്ടം കളിക്കാൻ എവിടെയെങ്കിലും പോയി മറഞ്ഞു നിന്നിട്ട് ചോറുണ്ണ സമയമായപ്പം അമ്മമാര് മോനെ എവിടാന്ന് പറയടാ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നൊന്നുമല്ല. ആക്കി വെച്ച സ്ഥാനത്ത് പരുവക്കേട് പറ്റിയിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ചോദിച്ചത് നീ എവിടെയെന്ന്. ആ സമയം പറയുകയാണ്, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അത്ര ഇത്രേ ഉള്ളൂ. ആരംഭത്തിനു മുമ്പേ അവസാനം കണ്ട സർവജ്ഞാനിയായ മഹാദൈവമേ, ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നപ്പോൾ നിനക്കറിയത്തില്ലായിരുന്നോ ഈ പഴം തീറ്റി എന്നെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന്? അപ്പം ഈ പഴം എന്നെ തീറ്റി ഈ കുഴപ്പത്തിൽ എന്നെ ചാടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആരംഭത്തിന് മുൻപേ അന്തം കണ്ട അങ്ങ് ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നതുകൊണ്ട് ഞാൻ പഴം തിന്ന കാര്യത്തിൻ്റെ 1ാമത്തെ പ്രതി ഈ സാധനത്തെ ഉണ്ടാക്കി തന്ന നീയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറ്റക്കാരൻ ആരാന്നറിയാമോ? കുറ്റക്കാരൻ ഉണ്ടാക്കി കൊടുത്ത ദൈവം. ആദ്യം ഇങ്ങോട്ട് ഉണർന്നു വരുന്ന ജ്വാല പോലെയുള്ള മുഖഭാവത്തിന് മുൻപിൽ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസമെന്നും എൻ്റെ ഹണിയെന്നും അസ്ഥിയെന്നും ഒക്കെ പറഞ്ഞതെല്ലാം ഇപ്പൊ അങ്ങ് മറന്നു. ഇപ്പൊ കണ്ടോ, നീ തന്ന ദൈവത്തോട് തെറ്റി. 2, ഈ സ്ത്രീ കണ്ടോ, മുമ്പേ പറഞ്ഞ സംബോധനാ പ്രയോഗങ്ങളിലെ പാലും തേനും എന്ന പ്രയോഗങ്ങളൊക്കെ വിട്ടിട്ട് 2 കൈയും മലത്തിപ്പിടിച്ച് ഈ പുള്ളി കണ്ണും തള്ളിച്ച് ഈ സ്ത്രീ എന്ന പ്രയോഗത്തിനകത്ത് ബന്ധത്തിന്റെ തകർച്ച കണ്ടോ. അങ്ങനാണെങ്കിൽ 2 പതനങ്ങൾ മനുഷ്യകുലത്തിലെ പാപത്തിന്റെ തന്തപ്പാപം. 1, ദൈവത്തോട് തെറ്റി. 2, രക്തത്തോട് തെറ്റി. നിങ്ങൾക്കറിയാമോ, ഇതിന്റെ പരിഹാരത്തിനാണ് 10 കൽപ്പന 2 കൽപ്പലകയിൽ കൊടുത്തത്. 10 കൽപ്പന എന്തുകൊണ്ട് 1 കൽപ്പലകയിൽ എഴുതിയില്ല? കാരണം മറ്റൊന്നാണ്. 2 കൽപ്പലകകളിൽ 2 ബന്ധങ്ങളുടെ തകർച്ച ഏകീകരിക്കുകയാണ്. 1ാമത്തെ ബന്ധം
നീ നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ദൈവ വിഷയം മാത്രം ഒരു കൽപ്പലകയിൽ എഴുതി നൽകി. രണ്ടാമത്തെ ബന്ധം നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ദൈവ വിഷയം മാറ്റിവെച്ചിട്ട് തമ്മിലുള്ള ബന്ധം, നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, മോഹിക്കരുത്. ഇത് ദൈവത്തോട് പാലിക്കേണ്ടതല്ല, തമ്മിൽ പാലിക്കേണ്ടതാ. രണ്ടാമത് തകർന്നത് തമ്മിലാ. അതുകൊണ്ട് തമ്മിൽ ആ കൽപ്പലകയിലൂടെ അടുക്കണം. ഇതിൻ്റെ മുഴുവൻ പരിഹാരത്തിൻ്റെ കേന്ദ്രം നാം കാണുന്നത് ഒരു മഹാസംഭവത്തിലാണ്. അത് കാൽവറിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിലാണ്. ഇന്ന് രാത്രി നിങ്ങളിരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് എന്തൊക്കെ തന്ത്രമന്ത്രങ്ങളും എന്തെല്ലാം ധന്യ സംഭവങ്ങളും ചെയ്താലും നിന്റെ ഈ തകർച്ച പരിഹരിക്കപ്പെടുകയില്ല. ഇത് പരിഹരിക്കപ്പെട്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ചിത്രം നിന്റെ അകത്ത് പതിയണം. അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവറിയിലെ ക്രൂശാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ മാതൃക നിഴലിച്ചു നിൽക്കുന്ന ഏക സ്ഥലം പഴയ പാമ്പിന്റെ തല തകർന്ന കാൽവറിയാണ്. ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണെന്ന് ഉയർത്തി കാൽവറിയിലേക്ക് നോക്കിക്കേ. നിങ്ങൾക്കറിയാമോ, ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, സഹോദരങ്ങളെ, ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്തയടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന അടിയേറ്റ് തകർന്ന പുറത്തേക്ക് ഭാരമേറിയ മരക്കുരിശ് വെച്ച് വീണും എഴുന്നേറ്റും വ്യസനവീഥിയിലൂടെ അവിടുന്ന് ഗോൽഗോഥയിലെത്തുന്ന രംഗം സഹോദരങ്ങൾ കണ്ണുറപ്പിച്ചൊന്ന് കാണണം. 25 മീറ്റർ ഉയരത്തിൽ, 2 കണ്ണുകളുടെ ഭാഗത്ത് 2 ഗുഹകളും, മൂക്ക് കപാലാകൃതിയിൽ മുൻപോട്ട് തള്ളി നിൽക്കുന്ന കാൽവറി, ക്രാനിയോൻ, ഗോൽഗോഥ, അതിലേക്ക് നമ്മുടെ കർത്താവ് നടന്നു കഴിഞ്ഞു. ഷൂസിട്ട കാലുകൊണ്ട് റോമൻ പടയാളികൾ മലർത്തിയിട്ട ക്രൂശിൽ എൻ്റെ നാഥനെ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി തല്ലിയിറക്കുന്ന സമയം കൈകാലുകൾ ചവിട്ടിപ്പിടിച്ചിരിക്കെ മാത്രം സ്വാധീനമുള്ളപ്പോൾ നമ്മുടെ നാഥൻ പറഞ്ഞ വാക്കെന്താ? ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഏദനിൽ പാപക്കനി കഴിച്ച മനുഷ്യൻ ആദ്യം സ്വർഗത്തോട് തെറ്റി. ക്രൂശാദ്യം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രസംഗത്തിൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നു, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ കഴിവുള്ള ഒരു മീഡിയം ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായന്റെ കാൽവറി യാഗമാണ്. സോക്രട്ടീസിന്റെ മരണം ഒരു ജ്ഞാനിയുടെ മരണമെങ്കിൽ ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായന്റെ മരണം ദൈവത്തിന്റെ പകരം മരണമാണ്. പണി തീർത്ത ക്രൂശ് ഒരു കയറിന്റെ സഹായത്തോടെ വലിച്ച് ആ പാറ ഇടുക്കിലേക്ക് ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ തൂങ്ങി നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് കൺകുളിർക്ക കാണുക. ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ ശ്വാസം മുട്ടിയാണല്ലോ മരിക്കാറുള്ളത്. ആ മുറിവിലേക്ക് ശരീരഭാരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് 2 കൈകളിൽ തൂങ്ങിക്കിടക്കുന്ന എൻ്റെ നാഥൻ താഴെ നിൽക്കുന്ന നിസ്സഹായായ അമ്മയോട് പറയുന്നു, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. കാര്യമെന്താ? മലർന്നു കിടന്നുകൊണ്ട് മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിച്ച ക്രൂശ് തൂങ്ങിക്കിടന്നുകൊണ്ട് മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുകയാ. ഇന്ന് രാത്രി 2 ബന്ധങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് നിന്റെ രക്ഷ ഉറപ്പാക്കാൻ കഴിവുള്ള ഒരായുധം ചരിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവറിയിലെ ക്രിസ്തുവാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ കൈകൾ ഉയർത്തി ക്രൂശിലേക്ക് രാത്രി എത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന പഴയ പാമ്പിന്റെ ബന്ധനത്തെ തകർത്ത് നിന്നെ വിടുവിപ്പാൻ, നിന്റെ ഭവനത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ഏത് ഇരുളിന്റെ ശക്തികളെയും അഴിച്ചു മാറ്റാൻ ഈ ക്രൂശിന് ഇന്ന് രാത്രി
ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേർ വാ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങും? ഇടം വലം നോക്കണ്ട, ശബ്ദം ഉയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിനക്കറിയാത്ത ചില കാര്യങ്ങൾ നിന്റെ ഭവനത്തിന്റെ മീതെ ഒരു നിഴൽ പോലെ ഈ രാത്രി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി നിനക്കെതിരെ പോരാടി നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തീജ്വാല ഈ രാത്രി ആരാധിക്കുന്നതിന്റെ മീതെ നിഴൽ മൂടി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ലജ്ജ കൂടാതെ വാ തുറന്ന് അപ്പ എന്ന് വിളിച്ച് കർത്തൃസന്നിധിയിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില വിടുതലുകൾ ചില വ്യക്തികൾക്കായി സംഭവിക്കട്ടെ. ചില വിടുതലുകൾ ചില വ്യക്തികൾക്കായി സംഭവിക്കട്ടെ. നിയമരക്തത്താൽ ഇന്ന് രാത്രി ചില വ്യക്തികൾക്ക് അത് സംഭവിക്കുന്നു. ശരീരത്തിന്റെ രോഗമുള്ള കോശങ്ങളുടെ മേൽ ഇന്ന് രാത്രി നാഥന്റെ മുറിവേറ്റ കരം ഇറങ്ങി പിടിക്കുന്ന രാത്രിയാണ്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിന് നേരെ ഇന്ന് രാത്രി വാദിച്ചു നിൽക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നിനക്കതിന്മേൽ ജയമെടുക്കാൻ കഴിയും. ഒരു ഇരുളിന്റെ അധികാരങ്ങളും നിന്റെ കുടുംബത്തെ തൊടാതിരിക്കത്തക്ക വിധം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര ദൈവമക്കൾ ആത്മാർത്ഥമായി പറയും, പോരാ കർത്താവേ പോരാ. ഇന്ന് രാത്രി ക്രൂശിലെ രക്തത്തിന്റെ വിടുതൽ ഞാൻ വിശ്വാസത്താൽ കാണുകയാണ്. ഒരു ദൈവപ്രവർത്തിക്കായി കൊതിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിങ്ങളുടെ ഭവനത്തിന്റെ മീതെ ഉയരാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ സ്തോത്രം ഒരു ആക്സിഡന്റ് കേസിലെ ഡെഡ് ബോഡി വീട്ടിലേക്ക് വന്നിരിക്കുന്ന സമയം ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ, ഊരും പേര് ഞാൻ ഉദ്ധരിക്കുന്നില്ല, താന് രാത്രിയിൽ അടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ജോലി കയറ്റത്തിന് വേണ്ടി തയ്യാറാക്കിയ ക്രമീകരണത്തിൽ ഔദ്യോഗികമായി ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തലേ രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിക്കാൻ പട്ടണത്തിലെത്തിയതാ. തിരിച്ച് താൻ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ഊടുവഴിയിലൂടെ മടങ്ങുമ്പോൾ സ്കൂട്ടറിലുള്ള യാത്ര, എതിരെ വന്ന ഒരു വണ്ടി ഇദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിച്ചു തെറിച്ച് ഇദ്ദേഹം തൊട്ടടുത്ത ആറ്റുകടവിൽ ഒരു പുൽമാലിയിൽ വീണു. ആരും ശ്രദ്ധിച്ചില്ല. വെളുപ്പിനെ മീൻ പിടിക്കാൻ ഇറങ്ങിച്ചെന്ന ആൾക്കാർ സ്തോത്രം ഒരു ഞരക്കം കേട്ട് പുല്ലിനകത്ത് നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുക. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് വരുമ്പോൾ ആ നാട് ഇളകി ഇറങ്ങി വന്ന് നിൽക്കുക, ഇരമ്പി ഉയരുന്ന ഏങ്ങലടി ഉയരുക. ഈ സമയം ഡെഡ് ബോഡിയുടെ പുറത്തേക്ക് ഈ അപ്പനും അമ്മയും വീണ് കിടക്കുക. ഈ സമയം ആ വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് 94 വയസ്സ് പ്രായമുള്ളൊരു വൃദ്ധനായ പിതാവ് പറഞ്ഞ, കുഞ്ഞേ, ഇതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. അവൻ്റെ അപ്പൻ്റെ പഴയ സ്നേഹിതനാ, അഥവാ ഈ കമന്ന് കിടക്കുന്ന ആ അപ്പൻ്റെ പഴയ സ്നേഹിതനാ ഞാൻ. എൻ്റെ പഴയ സ്നേഹിതൻ ബലഹീനനായി ഭാര്യ മരിച്ച് വീട്ടിലായിരിക്കുന്ന സമയം എൻ്റെ സ്നേഹിതൻ്റെ മകൻ ഈ മണ്ടയിലോട്ട് കമന്ന് കിടക്കുന്ന ഈ കൊച്ചനില്ലേ, അവൻ കല്യാണം കഴിച്ച് ഭാര്യയുമായി വീട്ടിലെത്തിയ സമയം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, ഈ വീടും പുരയിടം ഒക്കെ ഒന്ന് വിൽക്കാം. ഇത്രയും വസ്തുവും പുരയിടം നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ അപ്പച്ചനെ പൊന്നുപോലെ നോക്കിക്കോളാം. ഞങ്ങൾ ഏറ്റപ്പച്ചനെ നോക്കുന്നത്. അങ്ങനെ അപ്പച്ചൻ മകൻ്റെ വാക്കിൽ മനം മയങ്ങി വസ്തുവും വീടും വിൽക്കാൻ എഴുതി കൊടുത്തു. വിദഗ്ധനായ മോൻ സ്വന്തം പേരിൽ ആധാരം തീർത്ത് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. പുതിയ വീട്ടിലേക്ക് താമസമായി. ടൈൽസ് ഇട്ട ഗ്രാനൈറ്റ് ഇട്ട ആ തറയിൽ മൂത്രം വീഴുകയും കാച്ചിയെണ്ണയുടെ മണം ഉയരുകയൊക്കെ ചെയ്തപ്പോൾ വീട്ടിൽ കലഹം തുടങ്ങി. അതോടുകൂടെ പ്രശ്നമായ ആ വീട്ടിൽ ഒരു ദിവസം ആ വൃദ്ധനായ മനുഷ്യൻ തന്നെ മുറിയിൽ നിസ്സഹായനായ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ ഈ മകൻ പുറത്തേക്ക് പോയിട്ട് അകത്തോട്ട് വന്നതാ. അടുക്കള വഴി ഒന്ന് വന്നപ്പോൾ എന്തോ അടുക്കളയിൽ നിന്ന് കിട്ടി. ആ നിർദ്ദേശമനുസരിച്ച് വേഗം മുറിക്കകത്തോട്ട് വന്നിട്ട് ഈ അപ്പൻ്റെ ഈ വൃദ്ധനായ മനുഷ്യന്റെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ, ഹോ, കാലിന് പോലും വേണ്ടല്ലോ. ഈ അപ്പൻ ചോദിച്ച, മോനെ, നീ എന്നെ പറഞ്ഞ എന്നെ കാലിന് വേണ്ടാന്നോ? ഇല്ലടാ മോനെ, ഇനി ഞാൻ നിനക്കൊരു ഭാരമാകില്ല. ആ വൃദ്ധൻ വിറച്ച് മുന്നോട്ടിറങ്ങും പറഞ്ഞു, ഇന്ന് രാത്രി എനിക്ക് എവിടെയും ഒന്ന് കിടക്കണം, എന്തെങ്കിലും തന്നേര്. നേരെ അടുക്കളയുടെ സ്റ്റോർ റൂമിലോട്ട് കയറി 2 അരിച്ചാക്കെടുത്ത് കൈ കൊടുത്തു. ദേ, എവിടെങ്കിലും പോയി കട എന്ന് മകൻ്റെ മറുപടി. ഇതുമായി അങ്ങോട്ട് നീങ്ങുമ്പോൾ
ആ നനഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആ വൃദ്ധൻ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, 2.5 വയസ്സുള്ള ഈ കുഞ്ഞ് ഓടിച്ചാടി കളിക്കുകയല്ലേ, ഇതിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് ഓർക്കണം. കരഞ്ഞുകൊണ്ട് അപ്പൻ പോയത്. അധികം താമസിക്കാതെ അപ്പൻ മരിച്ചു. ഈ മകൻ വളർന്നു. ഒരു ജോലിക്കയറ്റത്തിൽ എത്തുന്നതിന് മുൻപ് ഈ അനർത്ഥത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന ഈ ഡെഡ് ബോഡിയുടെ പുറത്തേക്ക് ഈ അപ്പനും അമ്മയും കമന്ന് കിടക്കുമ്പോൾ പഴയ വൃദ്ധന്റെ സ്നേഹിതൻ പറയുക, ഇതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിന് മുൻപിൽ ഏതൊക്കെ പ്രതികൂലങ്ങൾ ഉയർന്നാലും ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ അതിനെ അഴിച്ചു മാറ്റാൻ ഈ രാത്രി കഴിയുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ആ ദൈവശക്തി വ്യാപരിക്കുന്ന കാഴ്ച കാണുന്ന ദൈവമക്കൾ ഒന്നിച്ച് ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഈ രാത്രി നീ അഭിമുഖീകരിക്കുന്ന, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിനകത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ബലത്തോടെ വ്യാപരിക്കുകയാണ്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ മേൽ ഒരു ഇരുളിൻ്റെ അധികാരത്തിൻ്റെ കരങ്ങളും പ്രബലപ്പെടാതിരിക്കത്തക്ക വിധം നിന്നെ പൊതിയാൻ കഴിവുള്ള രക്തമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തം. കൃപ ലഭിച്ച സകല ദൈവമക്കളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. സ്റ്റേജിലായിരിക്കുന്ന ദൈവദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഒരുപോലെ പ്രാർത്ഥനയിൽ ജാഗരിക്കട്ടെ. ഏറ്റവും പുറകിലിരിക്കുന്ന സഹോദരങ്ങൾ മുതൽ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാകട്ടെ. നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭാരപ്പെടുത്തുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ദൈവകൃപയുടെ പകർച്ച വ്യാപരിക്കുന്നുണ്ട്. ഞാനിന്ന് രാത്രി പറയാം, രോഗാണുക്കൾക്കൊരു പകർച്ചയുടെ ശക്തിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിക്കൻ ബോക്സ് ബാധിച്ച ഒരാൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് ആ ചിക്കൻ ബോക്സിൻ്റെ അണുക്കൾക്ക് പകരാനൊരു സ്വാധീന ശക്തിയുണ്ട്. മറ്റ് പന്നിപ്പനിയാകട്ടെ, മറ്റു ചില പനികൾ ബാധിച്ച് ആളുകളോട് അടുത്ത് സഹകരിക്കുമ്പോൾ ആ രോഗം പകരാനൊരു സാധ്യതയുണ്ട്. രോഗാണുക്കൾക്ക് ഇവിടെ പകരാനൊരു കഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഇവിടെ പകരാനൊരു കഴിവുണ്ട്. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിലെ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു ദൈവശക്തി നിനക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, നിന്റെ കയ്യിലെ റിമോട്ട് എടുത്തിട്ട് അതിനമർത്തി ചാനൽ മാറ്റുന്ന സമയം സ്ക്രീനിൽ കാണുന്ന ചാനലുകൾ മാറുന്നതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വേവ്സ് ഉണ്ട്, തരംഗമുണ്ട്. അത് നിന്റെ കണ്ണിന് കാണത്തില്ല, അറിയാതെ ടി വിക്കകത്ത് പ്രവർത്തിക്കുകയാ. ഏഷ്യാനെറ്റിൽ നിന്ന് പവർ വിഷനിലേക്ക്, പവർ വിഷനിൽ ശാലേമിലേക്ക് ആ ചാനൽ മാറത്തക്ക വിധത്തിൽ ഇടയിൽ വ്യാപരിക്കുന്ന ചാനലിന്റെ തരംഗങ്ങളെ കാണാൻ നിന്റെ കണ്ണിന് കഴിയാത്തതുപോലെ ഈ ഗ്രൗണ്ടിൽ കിടക്കുന്ന ഒരു കാറിന്റെ ലോക്ക് നീ ഈ മുറിക്കകത്ത് നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് അമർത്തി കഴിയുമ്പോൾ അത് ലൈറ്റ് കത്തി തുറക്കത്തക്ക വിധം ഇടയിൽ വ്യാപരിക്കുന്ന ആ തരംഗം കാണാൻ നിന്റെ കണ്ണിന് കഴിയാത്തതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ കുടുംബത്തിന്റെ കടുങ്കെട്ട് വീണ വിഷയങ്ങളെ അഴിച്ചെടുക്കാൻ കഴിവുള്ള ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ നിരക്കായി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി വാ തുറന്ന് ലജ്ജ കൂടാതെ എത്ര ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ വിടുതലിന്റെ വ്യാപാരം ഈ രാത്രി ബലത്തോടെ സംഭവിക്കുകയാ. പർവ്വതത്തിന് മുകളിൽ കരമുയർത്തി നിൽക്കുന്ന ഒരു മോശയുടെ കരത്തിന്റെ ഉയർച്ചയിൽ നിന്നും പാളയത്തിൽ പോരാടുന്ന യോശുവയുടെ കരങ്ങളിലിരിക്കുന്ന ആയുധത്തിന് എൻ്റെ ദൈവം ബലം പകർന്നെങ്കിൽ ഇത്രയും ദൈവമക്കൾ ഈ രാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലജ്ജ കൂടാതെ വാ തുറന്ന് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഈ രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നീ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നിന്റെ കൺമുൻപിൽ കാണത്തക്ക വിധം ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഒന്നാമതായി നാം ചെയ്യേണ്ടത് യേശു കാൽവറിയിൽ എടുത്ത ജയത്തിൽ നീ ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രം ചെയ്യുന്ന രാത്രിയാകണം. ഇതൊരു പരാജയത്തിന്റെ രാത്രിയല്ല, ഇതൊരു വിജയത്തിന്റെ രാത്രിയാണ്. കാൽവറിയിൽ പഴയ പാമ്പിന്റെ തല തകർത്ത യേശുവിന്റെ ജയത്തിൽ ഇരിക്കുന്ന നീ സ്തോത്രം ചെയ്ത് തുടങ്ങണം. വാപൂട്ടി മൗനമായിട്ടിരിക്കുകയല്ല, നീ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളിനെ ശ്രദ്ധിക്കുകയല്ല. യേശു ക്രിസ്തു കാൽവറിയിൽ എടുത്ത ജയം ഇന്ന് രാത്രി നിന്റെ അധരം കൊണ്ട് ആരാധനയിൽ വെളിപ്പെടുത്തണം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല നീ രക്തത്തിൽ ആശ്രയിച്ച് ഈ രാത്രി സ്തോത്രം ചെയ്ത് തുടങ്ങണം. പാതാള ശക്തികൾ നിന്റെ കുടുംബത്തെ നോക്കി ഉന്നം വെക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി കുഞ്ഞാറിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഴിച്ചു മാറ്റാൻ ആ കരം വ്യാപരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ ആ രക്തത്തിൽ ആശ്രയിച്ച് ഇന്ന്
രാത്രി നീ ആരാധിച്ചുകൊണ്ടിരിക്കണം. തീർന്നില്ല. ഈ രാത്രി വാ തുറന്ന് ദൈവത്തിന് ആത്മാവ് നിന്റെ ഹൃദയത്തിൽ നൽകുന്ന ചില നിയോഗങ്ങൾ വെച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചില വിഷയത്തിന് നേരെ കൽപ്പിക്കാൻ നിന്റെ അധരങ്ങൾ ചലിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നിഴൽപ്പോടെ മൂടി നിൽക്കുന്ന വാഗ്ദത്തത്തിനെതിരെ ഉയർന്നിൽക്കുന്ന ചില തീയമ്പുകളെ ഈ രാത്രിയിൽ ദൈവത്തിന്റെ വിശിഷ്ട ദൂതന്മാർ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് അതിന്റെ ആഴങ്ങൾ അഴിച്ചു മാറ്റത്തക്ക വിധം ആ കരം നിനക്കായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ലജ്ജ കൂടാതെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ എത്ര നാവുകൾ ചലിക്കും? ശബ്ദം ഉയർത്തി എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദമുയരട്ടെ. ഈ രാത്രി വാ തുറന്ന് പറ, കർത്താവേ, ഈ രാത്രി എൻ്റെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന് നടുവിൽ, എൻ്റെ അത് വേദനിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് ഒരു അത്ഭുതം ചെയ്യണം. ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ മടങ്ങിപ്പോകേണ്ട രാത്രിയല്ല, ചില മിനിറ്റുകൾ ജാഗരിച്ച് പ്രാർത്ഥിക്കേണ്ട രാത്രിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ അതിന്ന് രാത്രി സംഭവിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ നീ കാണുന്ന ചില അനാഥത്വങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കുടുംബം തകർന്നു ഉടഞ്ഞു എന്ന് നിന്റെ ഭവനത്തെ നോക്കി വിധി പറയുന്നവരുടെ നടുവിൽ എൻ്റെ ദൈവത്തിന്റെ കരം ഈ രാത്രി നിനക്ക് വേണ്ടി ചലിച്ചാൽ, ഓ എസ്തേറിന്റെ അനാഥത്വത്തിന് നടുവിൽ എൻ്റെ ദൈവങ്ങളുടെ ഭാവിയെ മാറ്റിക്കുറിച്ചതുപോലെ ഈ ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന് നടുവിൽ നിന്റെ ഭാവിയെ മാറ്റിക്കുറിക്കാൻ നിനക്ക് വേണ്ടി ആ കരം ചലിക്കുകയാണ്. രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി ആ വിഷയത്തെ ദൈവാത്മാവ് തൊടുന്ന രാത്രിയാണ്. ആ എഴുന്നേറ്റ് നിൽക്കുന്നവർ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇടത്തും വലത്തും നോക്കണ്ട, മുൻപിലും പുറകിലും നോക്കണ്ട. ലജ്ജ കൂടാതെ വാ തുറന്ന് അപ്പാ എന്നൊന്ന് വിളിക്കാൻ നിന്റെ അധരം ഇന്ന് രാത്രിയിൽ സ്ഫുടമായി ചലിക്കട്ടെ. ലജ്ജ വേണ്ട. അഭിമാനത്തിന്റെ മുഖം മൂടിയൊക്കെ അങ്ങ് പറിച്ചു മാറ്റി വെച്ചിട്ട് ഇന്ന് രാത്രിയെ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠയുടെ അടയാളമായി ഉയർത്തിക്കൊണ്ട് ഈ രാത്രി കാൽവറിയിലേക്ക് കണ്ണ് നട്ട് ഹൃദയംഗമമായി പ്രാർത്ഥിക്കുക. അപ്പാ, രാത്രി നിന്റെ വിഷയത്തെ ദൈവാത്മാവ് ഏറ്റെടുക്കുന്ന രാത്രിയാ. തലയിൽ മുൾമുടി അണിഞ്ഞ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച ദൈവപുത്രനിലാണ് പ്രാർത്ഥനയുടെ ആഴമായ മർമ്മം നിറവേറുന്നത്. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കണേ. ക്രൂശിൽ രണ്ട് തടിത്തുണ്ടുകളുണ്ട്. ഒന്ന് ലംബരൂപം, മറ്റൊന്ന് തിരച്ചീന രൂപം. ലംബരൂപം പറയുന്നു നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. തിരച്ചീന രൂപം പറയുന്നു നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. ഇന്ന് രാത്രി എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൈമാറുന്നു. ഈ ചോദ്യങ്ങളുടെ മേൽ ഇവർക്കായി ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ ഇറങ്ങി വരാൻ കഴിവുള്ളവന്റെ കരങ്ങളിൽ ഈ കരങ്ങളെ ഈ രാത്രിയിൽ പ്രാർത്ഥിച്ച് കൈമാറുന്നു. യേശുവിൻ നാമത്തിൽ ഇവർക്കായി ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.